ഇന്ന് നിങ്ങളൊരു പക്ഷേ പലതരത്തിലുള്ള പ്രതിസന്ധികളും ടെൻഷനും അതുപോലെ ദുഃഖങ്ങളൊക്കെ നേരിട്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു അപ്പുറത്തെ അറ്റം കാണാൻ പറ്റുന്നില്ലായിരിക്കാം. മേ ബി ബ്ലാങ്ക് ആയിരിക്കാം, സ്റ്റക്കായതുപോലെ തോന്നാം, ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ തോന്നാം. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് തോന്നാം. ഒരു പക്ഷേ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിലേക്ക്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിനുള്ളൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്താണെങ്കിൽ വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം, വാട്ട് യു ഫീൽ ദാറ്റ് യു അട്രാക്ട്, വാട്ട് യു ഇമാജിൻ യു ക്രിയേറ്റ് എന്ന് പറയുന്നു. അതിലുമപ്പുറം നമ്മുടെ തമ്പുരാനൊരു പദ്ധതി ഉണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മാൻ പ്രൊപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ് എന്ന്. ഒരു പക്ഷേ നിങ്ങളൊരു പൂവായിരിക്കും ചോദിക്കുന്നത്. ആ പൂ ചിലപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കത്തില്ല. തമ്പുരാൻ്റെ പദ്ധതികൾ പ്രകാരം, തമ്പുരാൻ്റെ തീരുമാനപ്രകാരം അത് ഒരു പക്ഷേ നിങ്ങൾ ചുവന്ന പൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ഒരു പക്ഷെ മഞ്ഞപ്പൂവായിരിക്കാം. പക്ഷെ ചുവന്ന പൂവിന് വേണ്ടി മാത്രം നമ്മൾ ഇരിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകും. ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പാഠമുണ്ട്, നെവർ എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം എനി വൺ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദുഃഖത്തിലേക്ക് പോകും. പക്ഷേ എക്സ്പെക്റ്റ് ഇല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് വന്നാലും അത് നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്വീകരിക്കും. അതിനകത്ത് ഒരു മാധുര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു മനസ്സിലാക്കുക. തൊട്ടു മുന്നേ ഞാൻ സൂചിപ്പിച്ചു മാൻ പ്രൊപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ് എന്ന്. ഇതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കാം, ചിലപ്പോൾ അറിയില്ലായിരിക്കാം. മനുഷ്യൻ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതുപോലെ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് അവസാനം നിശ്ചയിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചമാണ്. നമ്മൾ ഒരുപാട് പദ്ധതികളും ലക്ഷ്യങ്ങളും തയ്യാറാക്കിയേക്കാം. എന്നാൽ പലപ്പോഴും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല നടക്കുന്നത്. നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത ഒരു ശക്തി അല്ലെങ്കിൽ ചില ശക്തികൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫലം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത്. അതായത് നമ്മുടെ ചില പരിശ്രമങ്ങൾക്കപ്പുറം ചില കാര്യങ്ങൾ നമ്മുടെ കൈകളിലല്ല. ഇത് ജീവിതത്തിലെ അനിശ്ചിത തത്വത്തെയും നമ്മൾ എത്രമാത്രം വിനയമുള്ളവരായിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നതാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ, ഓർക്കാതെ നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാൻ ഒന്ന് തുടങ്ങുക. കാരണം കൂടുതൽ നിങ്ങൾ ലഭിച്ചിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തിനു ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്ത കൊടുക്കാതെ ഇപ്പോൾ നിലവിൽ എന്താ ഉള്ളത് ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തി കൂടുതലുള്ള ആൾക്കാരെയും കൂടെ സന്തോഷിപ്പിച്ച് അവരെ സ്നേഹിച്ച് മറ്റുള്ള ആൾക്കാരുടെ വിജയത്തിൽ, അവരുടെ സന്തോഷത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടത്തനങ്ങളോ അല്ലെങ്കിൽ കുശുമ്പോ മറ്റ് പ്രക്രിയകളോ ചെയ്യാതെ അവരുടെ സന്തോഷത്തിൽ നമ്മളും കൂടെ സന്തോഷിക്കുകയും അവരെ കൂടുതൽ സന്തോഷങ്ങൾ ലഭിക്കാനായിട്ട് ബ്ലെസ് ചെയ്യുകയും അനുഗ്രഹിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ തിരിച്ച് എത്തുന്നത്. അപ്പോൾ സന്തോഷത്തോടിരിക്കുക, സമാധാനത്തോടിരിക്കുക. പറ്റുന്നത് മാക്സിമം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ഈ ചുറ്റും കാണുന്ന മനുഷ്യർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തിനോട് നന്ദി പറയുക, ദൈവത്തെ നന്നായിട്ട് സ്നേഹിക്കുക. നിങ്ങളെ സ്വയം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ ബഹുമാനിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം ശരിയാകും. ഇതുവരെ നമ്മൾ എത്തിയില്ലേ? ഇതുവരെ തമ്പുരാൻ നമ്മളെ സംരക്ഷിച്ചില്ലേ? ഇതുവരെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നില്ലേ? ഇനിയും തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, പ്രപഞ്ചം നമ്മുടെ കൂടെ ഉണ്ട്. വിട്ടുകൊടുക്കരുത്. ലൈഫിൽ പലതരത്തിൽ പ്രതിസന്ധികൾ വരും, തടസ്സങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ഇതെല്ലാം നമ്മളെ സ്ട്രോങ് ആക്കാനാണ്, വലിയ ബ്ലെസ്സിങ്സ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനാണ്. കാരണം അതിന് നീ പാകപ്പെട്ട ആളാണോ അല്ലേ എന്ന് തമ്പുരാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ബ്ലെസ്സിങ്സ്
നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. സോ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സമ്പത്തിലൂടെ, സമൃദ്ധിയിലൂടെ, ഐശ്വര്യത്തിലൂടെ, നല്ല ബന്ധങ്ങളിലൂടെ, ആരോഗ്യത്തിൽ, എല്ലാ മേഖലയിലും ബിസിനസ്സിലും അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ കേൾക്കുക. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നിങ്ങളുടെ വൈബ് മാറ്റാനും നിങ്ങളുടെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാം സംഭവിക്കാനും നമ്മൾ ഫ്രീ സെഷൻസ് കൊടുക്കുന്നുണ്ട്. വാട്ടർ ടെക്നിക്, ഹെൽത്ത്, ഒരുപാട് ആൾക്കാരുടെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മണി അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ്, ഇങ്ങനെ പലതരം ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 5 മണി മുതൽ 5:30 വരെ സംസാരിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ലൈഫും മാറും, ഉറപ്പാണ്. അതിന് നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാട്സപ്പിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.